1201 കന്നിമാസത്തിലെ ജ്യോതിഷഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. അതായത് പൂരാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷഫലങ്ങളാണ് 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ജ്യോതിഷഫലങ്ങളാണ് പ്രവചിക്കുന്നത്. പുരാവസ്തു പോലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വോട്ടുപാത്രങ്ങൾ, സ്വർണം, വെള്ളി, താളിയോര ഗ്രന്ഥങ്ങൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വീട് ഖനനം ചെയ്യുമ്പോഴോ അല്ലാതെയോ നിങ്ങൾക്ക് പഴയ വീടുണ്ടെങ്കിൽ അത് പൊളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കന്നിമാസത്തിലെ രണ്ടാം പകുതിക്ക് ശേഷം നിങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ, വില കൂടിയ വീട്ടുപകരണങ്ങൾ, AC അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാനുള്ളൊരു ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു. നാൽക്കാലികൾ വളർത്തി ഉപജീവനം നടത്തുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വളരെയധികം ലാഭം ഉണ്ടാകും. പാൽ കച്ചവടത്തിലായിരുന്നാലും വളരെ ലാഭം ഉണ്ടാകും. അതുപോലെ ഇറച്ചി വിൽപ്പനയിലായിരുന്നാലും ലാഭം പ്രതീക്ഷിക്കാം. മറ്റുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും സാമാന്യമായി ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വാദം മുതലായ രോഗത്താൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ മാസം മുതൽ മോചനം ലഭിക്കുന്നതാണ്. അതായത് വാദരോഗം കുറയുകയും ചികിത്സ ഫലിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. നല്ല ഭക്ഷണവും പുതിയ വസ്ത്രങ്ങളും ഒക്കെ, വിശേഷപ്പെട്ട വസ്ത്രങ്ങളും വിശേഷപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളൊക്കെ ലഭിക്കേണ്ട സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ധനലാഭവും ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ജയിച്ചേക്കാം ഉള്ള സാധ്യത കാണുന്നു. കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുന്നു, അതിൻ്റെ ഒരു വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ശത്രുക്കൾ നിങ്ങളെ ശല്യം ചെയ്യുന്നത് നിർത്തിവയ്ക്കുന്നു. ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ കൂടി സഞ്ചരിക്കുകയാൽ മോശ ഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കൂടി കാണുന്നു. കണ്ടകശനിയുടെ കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ബുദ്ധി സാമർഥ്യം കൊണ്ട് ജയിക്കും എന്ന് വിചാരിച്ച് അത്രയും ഒരു ധൈര്യമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടിലേക്ക് വന്നേക്കാം. അതായത് അവിടെ യുക്തിപൂർവം ജയിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും. അത് യുക്തിപൂർവം തന്നെ ജയിക്കുക, അല്ലാണ്ട് ബുദ്ധി കൊണ്ട് അവിടെ ജയിക്കുവാൻ സാധിക്കുന്നില്ല. എല്ലാവരോടും കലഹം വരേണ്ട ഒരു സാധ്യതയുണ്ട്. വഴക്കും ബഹളമൊക്കെ വരാം. അതൊക്കെ ഒഴിവാക്കി ആത്മനിയന്ത്രണം പാലിക്കുക. ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക. ദാനധർമാദികളൊക്കെ ചെയ്യുക. ഹൃദയത്തിന് അസുഖമുള്ളവർ, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവരോ അത് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവരൊക്കെ വളരെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചു പോവുക. അതുപോലെ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ജോലികളൊക്കെ ചെയ്യുക. അലച്ചിൽ കഴിയുന്നതും ഒഴിവാക്കുക. ആവശ്യമുള്ള കാര്യത്തിന് മാത്രം യാത്ര ചെയ്യുക. അല്ലാത്ത കാര്യം നടക്കും എന്ന് ബോധ്യമുള്ളത് മാത്രം നമ്മൾ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ യാത്ര ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാതടസ്സങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അത് കഴിയുന്നതും ആപത്തുകളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കുക. ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ മോശഫലങ്ങളും ലഭ്യമാകാം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് ഗുണഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കുക. അതായത് നല്ല ഫലങ്ങൾ വളരെയേറെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ലഭ്യമാകാം. മറിച്ചാണെങ്കിൽ മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ മോശഗ്രഹങ്ങളുടെ ഗ്രഹപ്പിറച്ചോ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പൂജകൾ വല്ല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ജാതക ദോഷങ്ങളൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടും. ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.